ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് കോർപ്പറേറ്റ് ബ്രോക്കറേജ് ആയിട്ട് വരുന്ന കമ്പനി, അതിന്റെ പേര് സെലക്ട് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. സെലക്ട് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. അപ്പോൾ സാറിന്റെ പേരിലാണ് ശരിക്കും പറഞ്ഞ റെക്കോർഡ് അല്ലേ? ഈ ഒരു റെക്കോർഡ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ബ്രോക്കറേജ് സ്ഥാപനം എന്ന് പറയുന്ന ഫോണ്ടറുടെ പേര് പ്രിൻസ് ജോർജ് എന്നാണ്. അതെ അതെ, കറക്റ്റ്. DBFSന്റെ തുടക്കം ബ്രോക്കറേജ് സർവീസസിലാണ്. എല്ലാവിധ ലൈസൻസും ഉള്ള ബ്രോക്കറേജ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറേജ് കമ്പനി ആയിട്ടാണ് തുടക്കം. ബ്രോക്കറേജ് ഒരു വനില ബ്രോക്കറേജ് ആക്ടിവിറ്റി ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് സർവീസസ്, പിന്നെ വെൽത്ത് മാനേജ്മെൻറ്റും അതുപോലത്തെ അഡ്വൈസറി സർവീസസും എല്ലാം കൂടെയുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. അതിനുമായിട്ടും ഒരു സബ്സിഡിയറി വന്നു. അങ്ങനെ 3 വെർട്ടിക്കലിലാണ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരാൾ കരിയർ തുടങ്ങും 20-25 വയസ്സിൽ തന്നെ അയാൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവുകയും അയാൾ കൃത്യമായിട്ട് അയാളുടെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിളാണ്. ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ്, ഇൻഷുറൻസ് പ്രൊഡക്റ്റ് അവൈലബിളാണ്. മസ്റ്റായിട്ട് മേടിക്കണം. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ചിലർ ഓടും, ഞങ്ങൾ എന്തിനാണ് മേടിക്കുന്നത്? പക്ഷേ അങ്ങനല്ല, ഇൻഷുറൻസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പെൻഷൻ, നാഷണൽ പെൻഷൻ സ്കീം വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്കീമാണ്. എന്തിനാ പെൻഷൻ എന്ന് ചോദിച്ചാൽ റിട്ടയർ ആകാത്ത ആരാ ഉള്ളത്? പിന്നെ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഉണ്ട്, നമ്മുടെ താല്പര്യം അനുസരിച്ച്. നല്ല SIPകളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലാതെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുണ്ട്. നല്ല രീതിയിൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള അവസരങ്ങളൊക്കെ ആവശ്യം കൂടുതലുണ്ട്. ഹലോ, ഷാജാൻ അബൂബക്കർ. ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ 100 ഇൻസ്പയറിംഗ് ബിസിനസ് സ്റ്റോറീസ് എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിൽ നമ്മൾ ആദ്യത്തെ അതിഥിയായി വന്നിട്ടുള്ളത് എന്തുകൊണ്ടും ആദ്യത്തെ അതിഥിയാവാൻ എല്ലാ നിലക്കും അർഹരായ, ലോകത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ DBFS എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രിൻസ് ജോർജ് സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സർ, വെൽക്കം. നമ്മളൊരു 100 ഇൻസ്പയറിംഗ് സ്റ്റോറീസ് എന്ന് പറയുന്നൊരു സീരീസാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സെക്ടറിലെ പയനീസായ ആളുകളെ തന്നെ ആദ്യം വരുന്നതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട്. ശരിക്കും എങ്ങനെയായിരുന്നു സാറിൻ്റെ ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കവും ഇത് സ്റ്റാർട്ട് ചെയ്തൊക്കെ എങ്ങനെയാണ്? പല ബിസിനസ്സുകളും ഒരു ആക്സിഡൻ്റ് അല്ലേ, ഒരു വലിയൊരു രീതിയിൽ അങ്ങനെ ബിസിനസ്സായിട്ട് വരും എന്ന് വിചാരിച്ച് വന്ന ആളുകളല്ല പല ആളുകളും. അതേപോലത്തെ ഒരാളാണ് ഞാനും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ 5 മാസമേ ജോലിക്ക് പോയിട്ടുള്ളൂ, ജോലി എന്നുള്ള രീതിയിൽ എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ബിസിനസ്സിലേക്ക് വരണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. എറണാകുളത്തേക്ക്, എൻ്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് വന്നത് തന്നെ ആ സമയത്ത് ഒരു ICWA പ്രോഗ്രാം പഠിക്കാനായിട്ടാണ്. അതെ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഠിച്ചൊരു പകുതി ആയപ്പോഴത്തേക്കും ആ സമയത്ത് ഇവിടെ നിൽക്കാനൊക്കെ ചിലവുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്നാൽ എന്തെങ്കിലും ഒരു ജോലിക്ക് കൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നൊരു ജോലി കിട്ടി. ജോലി അന്നത്തെ കാലത്തെ ശമ്പളമൊക്കെ അറിയാമല്ലോ, 4000 രൂപയൊക്കെയാണ് ശമ്പളം. അപ്പോൾ അത് ജോലിയൊക്കെ കിട്ടി ഒരു 3-4 മാസം നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമുക്കിത് പറ്റിയ പരിപാടിയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് ആക്സിഡൻ്റലായിട്ട് ഒരാളെ പരിചയപ്പെടുകയും അദ്ദേഹം പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കാശൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇവിടെ തീരെ ധാരണയില്ല. അപ്പോൾ ഞാൻ പലരോടും ഇവിടെ അന്വേഷിച്ചപ്പം ആർക്കും അറിയില്ല. അത് പറയാനുള്ള കാരണം ആ സമയത്ത് കുറച്ച് കമ്പനികൾ, ഇന്നത്തെ വലിയ കമ്പനികളായിട്ടുള്ള ഹീറോ ഹോണ്ട, ടൈറ്റാൻ, അങ്ങനത്തെ ഉള്ള കുറേ കമ്പനികൾ, ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അതൊക്കെ ഈ IPO ആയിട്ട് മാർക്കറ്റിൽ വരും. അത് ഏത് വർഷം? അതൊക്കെ 1987 ഹീറോ ഹോണ്ട കൊളാബറേഷൻ ഒക്കെ വന്ന ആ സമയത്ത് അങ്ങനെ കുറേ കമ്പനികൾ, 3-4 കമ്പനികൾ, നല്ല കമ്പനികൾ ഇപ്പോൾ IPO ആയിട്ട് ഇങ്ങനെ വരുന്നൊരു സമയമായിരുന്നു. സമയം 91-92 ആയപ്പോഴേ കുറച്ചുകൂടെ IPO ഫെമിലിയറായി. HDFC ബാങ്ക്, HDFC ഒക്കെ വന്നു IPO. അപ്പോൾ ആ ഫസ്റ്റ് IPO വരുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഈ പുതിയ കമ്പനികളൊക്കെ IPO ആയിട്ട് വരുമ്പം നമ്മളത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേട്ടം ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് എന്നാൽ കയ്യിൽ കുറച്ച് ഉള്ള കാശ് വെച്ചിട്ട് ഒരു 10-20,000 രൂപ ഉണ്ട്, അത് വെച്ചിട്ട് 2 IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയതാണ്. അത് IPO കഴിഞ്ഞ് ഒരു 3-4 IPOകൾക്ക് അപ്ലൈ ചെയ്തു, 2 കിട്ടിയുള്ളൂ. ഈ കിട്ടിയ IPO ഒന്ന് വിൽക്കാനായിട്ട് നോക്കിയപ്പം ഇവിടെ ഒന്നും ആരും അങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എറണാകുളത്ത് ബ്രോക്കേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പലരെയും പരിചയമില്ല. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് ഒരാളുടെ അടുത്ത് ചെന്ന് അത് വിറ്റപ്പോൾ എനിക്ക് ഒരു 10,000 രൂപയുടെ ലാഭം ഉണ്ടായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 20,000 രൂപ മുടക്കി ഒരു 3-4 മാസം കൊണ്ട് ഒരു 10,000 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഫീൽഡിനകത്ത് എന്തോ ഉണ്ട്. ഇതാണ് എനിക്കുണ്ടായ ഒരു സ്പാർക്ക്. അപ്പോൾ എന്നാൽ ഇതിനെപ്പറ്റി കാര്യമായിട്ട് പഠിക്കണം. അന്ന് എറണാകുളത്ത് ഒരു കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു റീജിയണൽ എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തുടക്കകാലമാണത്, കുറച്ച് വർഷമായതുകൊണ്ട്. പക്ഷേ കാര്യമായിട്ട് ആളുകൾ അതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ 1988 ഞാൻ അവിടെ വന്ന് ഒരാളുടെ അപ്പോൾ ആ സമയത്ത് അവിടെ മെമ്പർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്.
എക്സ്ചേഞ്ച്. പക്ഷേ ഞാനൊരു ധൈര്യം, ഒരു ചെറുതായിട്ടൊരു കുറവ്. കാര്യം വെച്ചാൽ അത് 50,000 രൂപയ്ക്ക് കണ്ട മെമ്പർഷിപ്പ് കൊടുക്കും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അത് വയബിൾ ആകുമോ, ഒരു ബിസിനസ്സായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്ക് ആദ്യം ഒരു സംശയം. ഞാൻ വന്ന സമയത്ത് ഇതുണ്ട്. എന്നിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തില്ല. ഞാൻ ഒരാളുടെ കൂട്ടത്തിൽ കൂടി അസിസ്റ്റൻ്റായിട്ട് കൂടി 1 വർഷം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മെമ്പർഷിപ്പുകൾ പിന്നെ കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താ കാണിക്കണം, എടുത്തിട്ടുള്ള ആളുകളുടെ നിന്ന് ഒരു പ്രീമിയം കൊടുത്ത് ഇത് വാങ്ങണം. അങ്ങനെ 1,00,000 രൂപ മുടക്കിയിട്ട് ഇതങ്ങ് വാങ്ങി, രണ്ടും കൽപ്പിച്ച് അങ്ങ് വാങ്ങി 1988. അതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ ക്യാപിറ്റലോ എന്ന് പറയുന്നത്. അത് വാങ്ങിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ 1991-92 ആയപ്പോഴത്തേക്കും ഇന്ത്യയിൽ ഒരു വലിയ ഒരു ബൂം വന്നു ഈ സ്റ്റോക്ക് മാർക്കറ്റ്. അതിൻ്റെ ഒരു കാരണം ഇന്ത്യയിൽ ഈ ലിബറലൈസേഷൻ പോളിസി വന്നു. ഇന്ത്യ ഗവൺമെൻറ് വളരെ സാമ്പത്തികമായിട്ട് മോശമായി, എല്ലാം കൊണ്ടും ഇന്ത്യക്ക് പ്രഷറായി. ഇവിടുത്തെ സ്വർണം UK കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ടൊക്കെയാണ് അന്ന് പ്ലെയിനിൽ ഇവിടുന്ന് സ്വർണം കൊണ്ടുപോയി ഇവിടുത്തെ സെൻട്രൽ ബാങ്ക്, എന്നിട്ട് UK കൊണ്ടുപോയി പണയപ്പെടുത്തി കാശ് എടുത്തിട്ടാണ് ഇവിടുത്തെ 2 ആഴ്ചത്തേക്കുള്ള ഇമ്പോർട്ടിനുള്ള കാശ് പോലും ഗവൺമെൻറ്റിൻ്റെ ഇല്ലായിരുന്നു. ആ സമയത്താണ് ഈ നരസിംഹറാവു എന്ന് പറഞ്ഞൊരു പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ആളെ ഇവിടേക്ക് വേൾഡ് ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾ എങ്ങനെയാലും ഈ എക്കണോമി ഒന്ന് നേരെയാക്കി തരൂ എന്നുള്ള ഒരു ഇത് വന്നത്. അദ്ദേഹം കുറേയേറെ റിഫോംസ് ഇവിടെ കൊണ്ടുവന്നു. LPG ഒക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതായത് ഈ ലൈസൻസുകളെല്ലാം എടുത്തു കളഞ്ഞു, കുറേ കാര്യങ്ങൾ ചെയ്തു. അതിനു മുമ്പ് വലിയ പാടായിരുന്നു ഇവിടെ ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബൂം ഉണ്ടായി. വേറൊരു കാരണവും കൂടെ ഉണ്ട്. ആ സമയത്ത് ഒരു ഹർഷദ് മേത്ത എന്ന് പറഞ്ഞ ബിഫോർ ഹർഷദ് മേത്ത വന്നത് ഈ ഒരു സമയത്താണ്. ഹർഷദ് മേത്ത വന്നത് ഈ ബൂം ഉണ്ടായ കൂട്ടത്തിൽ ഹർഷദ് മേത്തയുടെ വന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പുള്ളി ഒരു ഇന്നത്തെ ഇപ്പം നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു എപ്പോഴും ഒരു ഹൈപ്പ് ഉണ്ടല്ലോ സ്റ്റോക്ക് മാർക്കറ്റിന്, അത്തരത്തിൽ അന്നുണ്ടായ ഒരു ഹൈപ്പാണ് ഹർഷദ് മേത്ത. പുള്ളി ഒരു ഒന്നാം തരം ബുള്ളായിരുന്നു. പുള്ളി ഒത്തിരി ന്യൂസുകളും ഫോളോവേഴ്സിനെയൊക്കെ അന്നുണ്ടാക്കി. ഇപ്പോൾ പുള്ളിയെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒത്തിരി ആളുകൾ വന്നു. അപ്പം ഭയങ്കര രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റഡ് ആയി ആ സമയത്ത്. ശരിക്കും പറഞ്ഞു സാറേ, അത് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഹർഷദ് മേത്തയുടെ ഒരു സ്റ്റോറി ഇപ്പോൾ നമ്മളിപ്പോൾ സീരീസ് ഒക്കെ അറിയുമ്പോൾ ഞാനൊക്കെ വായിച്ചു നമ്മൾ. പക്ഷേ ഒരു തരത്തിൽ ഈ ഹർഷദ് മേത്ത നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആളുകൾ കൂടുതൽ വരാൻ കാരണക്കാരനായിട്ടുണ്ടല്ലേ? 100% ഓരോ സ്കാമും ഹർഷദ് മേത്ത മാത്രമല്ല. അതിനുശേഷം 2001 കെതൻ പരേഖ് എന്ന് പറഞ്ഞ ഒരാൾ, അതൊക്കെ ഇവരുടെ പേര് ഫ്രണ്ടിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവർ ശരിക്കും കുറേയേറെ ആളുകളെ ഫീൽഡിലേക്ക് വരാനായിട്ട് അട്രാക്റ്റ് ആക്കിയിട്ടുണ്ട്. അത് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹർഷദ് മേത്ത ചെയ്ത ഒരു ക്രൈം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് കാശ് കിട്ടാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹം എവിടെ നിന്നൊക്കെ കാശ് കിട്ടാനുള്ള വഴിയുണ്ടെന്ന് നോക്കി. അങ്ങനെ പുള്ളി നോക്കിയപ്പം നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇഷ്ടം പോലെ 100%. അതാണ് പുള്ളി. ആ ലൂപ്പ് ഹോൾസ് ഇഷ്ടം പോലെ അന്നുണ്ടായിരുന്നു, ബാങ്കിങ് സിസ്റ്റത്തിനകത്തുണ്ടായിരുന്നു. അതൊക്കെ പുള്ളി മുതലെടുത്തു. പിന്നെ നമുക്കറിയാമല്ലോ, ബിസിനസ് എന്ന് പറയുന്നത് പണം ഒഴുകി എത്തുന്നിടത്ത് ആളുകൾ ചെറിയ കുറുക്കുവഴികളിലൂടെ നോക്കും, എപ്പോഴും നോക്കും. അതിപ്പോൾ ഇപ്പോഴും ആളുകൾ നോക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇയാൾ ശരിക്കും സ്മാർട്ടായിട്ടുള്ള ആളായിരുന്നു, വളരെ സ്മാർട്ടായിട്ടുള്ള ആളായിരുന്നു. പിന്നെ ഇത് എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇയാൾ ഓവർ കോൺഫിഡൻറ്റും ഓവർ സ്മാർട്ടും ആകുന്ന ഒരു സ്റ്റേജുണ്ട്. ആ ഒരു സ്റ്റേജിൽ ഇയാൾ വൻതോതിൽ ബാങ്കിൽ ഓഫീസേഴ്സിനെയൊക്കെ സ്വാധീനിച്ച് പണങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ന്യൂസ് വല്ലാതെ വെളിയിലോട്ട് വന്നു. ആ ന്യൂസ് വെളിയിലോട്ട് വന്ന് അത് ബേസ്റ്റ് ആയപ്പം പിന്നെ അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ പറ്റാതായി. പിന്നെ പിന്നീടിപ്പം ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹം വലിയൊരു തരികിട കാണിച്ചു. അങ്ങനെയല്ല, പുള്ളി നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ് അന്ന് നടത്തിയിരുന്നത്. അല്ല, ഇപ്പോഴാണല്ലോ ഈ സോഷ്യൽ മീഡിയയും ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങും ഒക്കെ പറയുന്നത് ആൾക്കാർ. പക്ഷെ ആ കാലത്ത് പുള്ളി കറക്റ്റ് 1992 പുള്ളി ഒരു 1988-87 ഒക്കെ തൊട്ട് തുടങ്ങി. ഞാൻ വന്നതിന് ശേഷമുള്ള കാലത്തിലാണ് പീക്ക് പീരീഡ് 93 ആയിരുന്നു. 92-93 പീക്കായിട്ട് പുള്ളി. ആ കാലത്ത് പുള്ളി പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ബ്രാൻഡായല്ലോ. ഭയങ്കര ഒരു ബ്രാൻഡായി പോയി, ഭയങ്കര ബ്രാൻഡായി, വലിയ തോതിൽ ഫോളോവേഴ്സ് ഉണ്ടായി. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ, ഇതുപോലെ ടച്ച് ഫോൺസ് ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും ന്യൂസ് പേപ്പറുകളെല്ലാം ഹെഡ്ലൈൻ ന്യൂസുകളായിരുന്നു പുള്ളിയുടെ ഡെയിലി വന്നുകൊണ്ടിരുന്നത്. അവസാനം പുള്ളി പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ ഇവിടെ അട്രാക്റ്റഡ് ആയി. അപ്പോൾ എനിക്ക് ബിസിനസ് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തെ അധികം നെഗറ്റീവായിട്ട് കാണാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറിയെ ഫോളോ ചെയ്ത് ഇവിടെ ഈ ഫീൽഡിലേക്ക് വരാമെന്ന് കുറേയേറെ ആളുകൾ എൻ്റെ കസ്റ്റമേഴ്സായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കൊരു 92-ൽ ഈ പറഞ്ഞ അതായത് ഈ റിഫോംസ് വന്നപ്പം ഞങ്ങളുടെ മേഖലയിലൊക്കെ പണ്ട് ഈ ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ പ്രൊഫഷനായിരുന്നു. അതായത് ഈ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനത്തെ പറയുന്ന പോലെ ഒരു ഇൻഡിവിജ്വലാണ് ഒരു ബ്രോക്കർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ലൈസൻസ് തന്നെ കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് അവർ ബ്രോക്കർ ലൈസൻസ് കൊടുക്കുന്നത്, പേഴ്സണൽ ലൈസൻസ് ആയിരുന്നു. അതിന് ശേഷം ഈ മൻമോഹൻ സിംഗ് വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ലോകത്തെല്ലായിടത്തും ഇത് വലിയ ബിസിനസ്സാണ്, ഓർഗനൈസ്ഡ് ബിസിനസ്സാണ്, ഇത് കമ്പനിക്കോ പാർട്ണർഷിപ്പിനോ ആർക്ക് വേണേലും കൊടുക്കാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊരു അവസരമാണെന്ന് എനിക്ക് തോന്നി. 92-ൽ ഈ ഒരു റെഗുലേഷൻ വന്ന്
അത് ഞാൻ അന്ന് നമുക്ക് ആകെപ്പാടെ റെഗുലേഷനെ പറ്റിയൊക്കെ അറിയാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എക്കണോമിക് ടൈംസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് പേപ്പറേ ഉള്ളൂ. ആ ന്യൂസ് പേപ്പറിൻ്റെ ഈ മൻമോഹൻ സിംഗ് റിഫോം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം വന്ന ന്യൂസ് പേപ്പർ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പത്രം. അതെ അത് തന്നെ കറക്റ്റ് അത് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചപ്പോൾ അതിനകത്ത് ഒരു വേർഡ് ഇങ്ങനെ കിടക്കുന്നു. അതായത് പുള്ളി കുറേയേറെ റെഗുലേഷൻ കൊണ്ടുവന്നു ഫീൽഡിലേക്ക്. അതിനകത്ത് ഒരു ഫിനാൻഷ്യൽ റെഗുലേഷനകത്ത് ബാങ്കിങ് മേഖലകളിലേക്ക് പ്രൈവറ്റ് ആളുകൾക്ക് വരാം. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ബാങ്കിങ് ഇവിടുത്തെ പബ്ലിക് സെക്ടറായിരുന്നു. അതുപോലെ തന്നെ ബ്രോക്കറേജ്, വെൽത്ത് മാനേജ്മെൻറ്റ്, നോൺ ബാങ്കിങ് ഫിനാൻസ് മേഖലകളിലൊക്കെ എങ്ങനെയൊക്കെയാണ് പുതിയ രീതിയിൽ ചെയ്യാവുന്നത്. അതിനകത്ത് ബ്രോക്കറേജിനകത്ത് ഇനിയും തൊട്ട് ഇൻഡിവിജ്വൽസ് അല്ല കമ്പനികൾക്കും പാർട്ണർഷിപ്പിനും വരാമെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നമുക്ക് ഇച്ചിരി നല്ല രീതിയിൽ അവസരമാണ്. അപ്പോൾ ഞാനൊരു 3-4 പേരോട് സംസാരിച്ചു. നമുക്കെല്ലാം കൂടി ഒരു കമ്പനിയായിട്ട് ഇച്ചിരി വലിയ രീതിയിൽ ഇത് ചെയ്യാം. ആദ്യമൊന്നും ആരും അതിന് അങ്ങോട്ട് ഒരു സപ്പോർട്ടീവായിട്ട് വന്നില്ല. പക്ഷേ 2 പേര് എൻ്റെ കൂട്ടത്തിൽ നിന്നു. 2-3 പേര് ഞങ്ങൾ കൂട്ടത്തിലൊക്കെ നിൽക്കാം, കാശൊന്നും മുടക്കാൻ പറ്റത്തില്ല, അല്ലെ ചെറുതായിട്ടൊക്കെ അങ്ങനെ നമ്മളൊരു 25 lakh ക്യാപിറ്റലായിട്ട് ചെയ്യാം അന്നത്തെ. അപ്പോൾ നോക്കിയപ്പം സാധാരണ മെമ്പേഴ്സിനൊക്കെ ഉള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 5 lakh അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഈ ഫിഗറൊക്കെ വളരെ ചെറുതായിട്ട് തോന്നും, പക്ഷേ അന്നത് ഭയങ്കര അതെ. അപ്പോൾ ഒരു 25 lakh ക്യാപിറ്റലാക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും മുടക്കാനൊന്നും ആരില്ല. ഞാൻ പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ മുടക്കാം, ബാക്കി എൻ്റെ കൂട്ടത്തിലുള്ള 2 പേരെ കിട്ടി, അവർ ഒരു 5 ലക്ഷം രൂപ വെച്ച് മുടക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചെറിയ എമൗണ്ട് 2-3 പേരുടെ കൂടി അങ്ങനെ ഒരു കമ്പനിയായി. ഈ കമ്പനി ആയ സമയത്ത് ഇത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ എന്ന് പോലും ഞങ്ങൾ കുറേയേറെ ബുദ്ധിമുട്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ കമ്പനികൾ അധികം ഇല്ല. പിന്നെ ഒരു ചാർട്ടർ അക്കൗണ്ടിനെ കണ്ട് കമ്പനിയാക്കി അതിന് മെമ്പർഷിപ്പ് വരണമെന്ന് പറഞ്ഞപ്പോൾ എക്സ്ചേഞ്ചുകൾക്ക് ഈ റൂൾസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പലതരത്തിൽ ഞാൻ ബോംബെയിൽ പോയി തപ്പിയപ്പോൾ അവിടെ പോലും ഇതുപോലെ കമ്പനികളില്ല. നമ്മൾ ഭയങ്കര ഫസ്റ്റ് മൂവറാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് നല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബോംബെയിലാണ് ആദ്യമായിട്ടൊരു കമ്പനി ശരിക്കും ടെക്നിക്കലി കമ്പനിയായത്. പക്ഷേ ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് കോർപ്പറേറ്റ് ബ്രോക്കറേജ് ആയിട്ട് വരുന്ന കമ്പനി, അതിൻ്റെ പേര് സെലക്ട് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. സെലക്ട് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് സാറിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞ റെക്കോർഡ്. ഈ ഒരു റെക്കോർഡ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ബ്രോക്കറേജ് സ്ഥാപനം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത ഫൗണ്ടറുടെ പേര് പ്രിൻസ് ജോർജ് എന്നാണ്. അതൊരു വലിയ ന്യൂസാണ്. പക്ഷേ ഈ ഹർഷത് മേത്തയുടെ ആ ബൂം ബേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി പേര് ഈ ഫീൽഡിൽ നിന്ന് വെളിയിലോട്ട് വായിപ്പോയി. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കമ്പനിയായിട്ടൊക്കെ വന്ന് അതിൻ്റെ പുറകിലൊക്കെ ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സും അത്രയും പ്രശ്നത്തിൽ പോയില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ടും അങ്ങനെ വലിയ എക്സ്പോഷറൊന്നും വരുന്നുണ്ട്. അത് ഞങ്ങൾക്കൊരു വലിയ അഡ്വാൻറ്റേജായി. ശരിക്കും ഒരു 3 വർഷം അതിന് ശേഷം ഈ ബ്രോക്കറേജ് ബിസിനസ്സും മാർക്കറ്റുകളും ഒക്കെ മന്നിച്ച് കിടക്കുകയായിരുന്നു. സ്റ്റോക്കുകളൊക്കെ വളരെ പകുതി വിലയിലായിപ്പോയി. അങ്ങനെ ഒരു വലിയൊരു ഒരു ഗ്ലൂമി സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ നമുക്കത്രയും ബാധിച്ചില്ല. എൻ്റെയൊക്കെ ജനറേഷനിലെ ആൾക്കാർ എപ്പോഴും ഒരു കൗതുകത്തോടുകൂടി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബിസിനസ് റിലേറ്റഡായ ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ക്യൂരിയോസിറ്റിയോടുകൂടിയും ഒരു ക്ലാരിറ്റി ഇല്ലാതെയും കേൾക്കുന്ന ഒരു പേരാണ് ഈ ഹർഷത് മേത്ത. സാറിൻ്റെ അടുത്ത് ഞാൻ സ്ട്രെയിറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഹർഷത് മേത്ത എന്ന് പറയുന്ന ഫാക്ടർ, പുള്ളിയുടെ വേ ഓഫ് ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അൾട്ടിമേറ്റ്ലി ശരിക്കും ഗുണമാണോ ദോഷമാണോ ചെയ്തിട്ടുള്ളത്? എൻ്റെ വ്യൂവിൽ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഗുണമാണ് ചെയ്തത്. കാരണം ഇതൊരു അല്ലെങ്കിൽ കൂടുതൽ പേര് ഇതിനെപ്പറ്റി ആ സമയത്ത് അറിയത്തേ ഇല്ലായിരുന്നു. ഇന്ത്യയിൽ എൻ്റെ ഒന്നിൻ്റെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും അല്ലെങ്കിൽ ഈ മെക്കാനിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ടോപ്പ് കമ്പനികൾ, ഇപ്പോൾ ഇൻഫോസിസ്, റിലയൻസ്, ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഇന്ത്യയിൽ വന്നേക്കുന്ന എല്ലാ മെയിൻ കമ്പനികളും, ഈ കമ്പനികളൊക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ 1980s തൊട്ട് 1995 വരെയുള്ള പീരീഡിൽ IPO വഴി ഫണ്ട് കളക്ട് ചെയ്ത് മാർക്കറ്റിൽ വന്ന കമ്പനി, ഇൻക്ലൂഡിങ് HDFC ബാങ്ക് അടക്കം, HDFC അടക്കം. അപ്പോൾ ഈ കമ്പനികളൊക്കെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു കോർപ്പറേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് ഒരു പരിധിയുണ്ട്. ഗവൺമെൻറ് എംപ്ലോയ് ചെയ്തതിൻ്റെ 10 ഇരട്ടി ആളുകളെയാണ് കമ്പനികൾ എംപ്ലോയ് ചെയ്തേക്കുന്നത്. പല ആളുകളും അന്നത്തെ കാലത്ത് ഈ കമ്പ്യൂട്ടറിനൊക്കെ എതിരെ സമരം ചെയ്തവരൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ഇപ്പം വളരെ പ്രൗഡായിട്ട് പലരും പറയുന്നത്, എൻ്റെ മക്കളിങ്ങനെ അവിടെ TCS ജോലി ചെയ്യുന്നു, മറ്റേ അവിടെ ചെയ്യുന്നു, സാധനമാണ്. അതെ. അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു കൾച്ചർ, നമ്മുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്നുള്ളൊരു ആക്ടിവിറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വരികയൊക്കെ ചെയ്തത് ഇന്ത്യക്ക് വലിയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഒരു ആംഗിളിൽ ഹർഷത് മേത്ത ഇൻഡയറക്ട്ലി ഒരു ആളുകളിലേക്ക് ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ വലിയൊരു അവയർനെസ് ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഞാൻ പറയാം, എല്ലാ കാലത്തും
രണ്ട് ആംഗിളുണ്ട് ഇതിനകത്ത്. ഈ അവയർനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും അത് റെലവൻ്റ് ആണ് ഈ പറഞ്ഞ പോയിന്റ്. ഇപ്പോഴും ഇപ്പോൾ ഇത് വേറൊരു രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ നടക്കുന്നുള്ളൂ. അവയർനെസ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അത്യാഗ്രഹമാണെങ്കിലോ അന്നാണേലും ഇന്നാണേലും പ്രശ്നമാണ്. അത് തമ്മിൽ നമ്മൾ എവിടെയാണ് ബൗണ്ടറി, അത് നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക എന്നിടത്ത് ഇത് വിജയിച്ചു. ആദ്യത്തെ കമ്പനി സെലക്ട്സ് ആണല്ലോ. സെലക്ട്സ് എത്ര വർഷം റൺ ചെയ്തു? അല്ല, ആ കമ്പനി ഞാനൊരു 95 ആയപ്പോഴത്തേക്കും വേറൊരു കാര്യങ്ങൾ സംഭവിച്ചു. അതായത് ഈ ഹർഷദ് മേത്തയുടെ ഒരു ഫോളോയോടുകൂടി ഇന്ത്യയിൽ ഒരു റെഗുലേറ്ററി എൻവയറമെൻറ്റ് ആവശ്യമാണെന്ന് ഗവൺമെൻറ് മനസ്സിലായി. അപ്പോൾ സെബി അങ്ങനെ ഫോം ചെയ്തു. അങ്ങനെ ശരിക്കും ഹർഷദ് മേത്തയുടെ ഇഷ്യൂന് ശേഷം സെബി വന്ന് അപ്പോൾ റെഗുലേറ്ററായിട്ട് സെബി വരുന്നതിന് മുമ്പ് റെഗുലേറ്റർ ഒന്നുമില്ല. റീജിയണൽ എക്സ്ചേഞ്ചുകൾ തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ റെഗുലേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സ്കാമൊക്കെ ഉണ്ടായത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്ചേഞ്ച്, അവിടെയാണ് ഹർഷദ് മേത്ത ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ഈ കൊച്ചിൻ എക്സ്ചേഞ്ച് മദ്രാസിലുണ്ടായിരുന്നു, ഹൈദരാബാദിലുണ്ട്, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ സെബി വന്നപ്പോഴത്തേക്കും അവർ രണ്ട് കാര്യങ്ങൾ ചെയ്തു. അവർ പറഞ്ഞു നമുക്ക് വളരെയേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. എല്ലാ ഡെവലപ്പ് കൺട്രീസിലുള്ള പോലത്തെ റൂൾസ് അവർ കൊണ്ടുവന്നു. രണ്ടാമത് അവർ പറഞ്ഞു കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു സിസ്റ്റം വേണം. ആളുകളുടെ കോൺഫിഡൻസ് ഒന്ന് ഷെയ്ക്കണമായിരുന്നു ഇപ്പോൾ മേത്തയുടെ വീഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം ഒക്കെ, അത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഡ്രിവൺ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം വന്നു. അപ്പോൾ പഴയ സിസ്റ്റമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയി. അത് നാഷണൽ ലെവലിൽ ബ്രോക്കേഴ്സ് വന്നു. റീജിയണൽ എക്സ്ചേഞ്ചുകളുടെ റെലവൻസ് ഇച്ചിരി കുറഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നാഷണൽ ലെവലിൽ പോയി കളിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകണോ? ഞാൻ എൻ്റെ സെലക്റ്റിലുള്ള 2 പാർട്ട്നേഴ്സിനോട് ആലോചിച്ചു, നമുക്ക് ഒറ്റയ്ക്ക് പോകണോ? ഒരു 2 കോടി രൂപയുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ഒറ്റയ്ക്ക് എടുത്ത് നാഷണൽ ലെവലിലൊക്കെ പോയാൽ നമ്മളെക്കൊണ്ടത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സും പറഞ്ഞു അത് അത്ര റിസ്ക് നമുക്ക് എടുക്കുന്നതിനകത്ത് കാര്യമില്ല. കാര്യം നമുക്ക് ഇതുവരെ നേട്ടങ്ങളാണ്. പക്ഷേ എന്നാലും നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷും ഉണ്ട്, ഒരു 10-40 ലക്ഷം 50 ലക്ഷം രൂപയും ഉണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ അത് വെച്ചിട്ട് ഇത്ര റിസ്ക് എടുത്ത് നാഷണൽ ലെവലിലൊക്കെ പോയി ഏതെങ്കിലും കാരണവശാൽ ഇത് ഉദ്ദേശിച്ച പോലെ നമുക്ക് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമാകും. പക്ഷേ എനിക്കത് സക്സസ് ആകുമെന്ന് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ മാർഗം, നമുക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടിപ്പിടിച്ച് ഒന്നുകൂടെ ഒരു പാർട്ണർഷിപ്പ് മർജിങ്ങിനുള്ള സ്കോപ്പില്ലെന്ന് ആ കമ്പനി അതുപോലെ തന്നെ അവിടെ നിന്നു. എന്നിട്ട് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കമ്പനിയിൽ, ഒരു പെനിൻസുലർ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു 3-4 പാർട്ട്നേഴ്സ് 5-6 പാർട്ട്നേഴ്സിനോട് പിടിച്ച് ഞാനത് മാനേജ് ചെയ്യുന്നതായിരുന്നു ആ സമയത്ത്. തൃശ്ശൂരുള്ള ഒരു അനന്തരാമൻ സാർ എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ചെയർമാനായിട്ട് വന്നത്. അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ഗൈഡൻസിൽ നമ്മളൊരു കമ്പനിയാക്കി അത് ലോഞ്ച് ചെയ്തു. അത് ഭയങ്കര സക്സസ് ആയി. അത് ഞങ്ങളൊരു 5-6 വർഷം കൊണ്ട് നാഷണൽ ലെവലിൽ തന്നെ നല്ലൊരു പ്ലെയറായിട്ട് വന്നു. ലേറ്റസ്റ്റ് സ്റ്റേജിൽ ആ കമ്പനി വിറ്റുപോയി. 2000 പാർട്ട്നേഴ്സ് 1-2 പേരൊക്കെ ഇവിടെ പുറത്തൊക്കെ പോകുന്നൊരു സിറ്റുവേഷൻ വന്നപ്പം നമ്മൾ ആ കമ്പനി വിറ്റു. പക്ഷേ ഞങ്ങളുടെ എന്നിട്ട് വീണ്ടും ഈ സെലക്ട് സെക്യൂരിറ്റീസ് പറഞ്ഞ പഴയ കമ്പനിയിൽ ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു കമ്പനി ആക്റ്റീവായി. സെലക്ട് സെക്യൂരിറ്റീസ് അവിടെ ഉണ്ട്. ഇടയ്ക്കൊരു പീരീഡിൽ ഈ കമ്പനി ഇനാക്റ്റീവായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ പാർട്ട്ണർഷിപ്പ് കമ്പനി വളരെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തു. നാഷണൽ ലെവലിൽ തന്നെ ഇവിടുന്ന് 5-8 പേര് നാഷണൽ ലെവലിൽ എക്സ്ചേഞ്ചുകളൊക്കെ NSE BSEയിലൊക്കെ മെമ്പർഷിപ്പുകളൊക്കെ എടുത്ത് പല ഓഫീസുകൾ ഞങ്ങളൊരു 100-300 ലൊക്കേഷൻസിലുള്ള വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഒരു 2002 വരെ അത് വളരെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തു. ആ സമയമാണ് എൻ്റെ കരിയറിലെ ഏറ്റവും പീക്കായിട്ട് ഞാൻ വർക്ക് ചെയ്ത ടൈം എന്ന് പറയുന്നത്. DBFS തുടങ്ങുന്നത് ശരിക്കും ഏത് വർഷത്തിലാണ്? DBFS തുടങ്ങുന്നത് പറഞ്ഞാൽ DBFS ഈ പഴയ കമ്പനി റീനെയിം ചെയ്തിട്ടാണ് DBFS സെലക്ട് എന്നുള്ളത്. ഈ കമ്പനി ഞാൻ പറഞ്ഞല്ലോ 2005 ഞാനൊരു ചെന്നൈ ബേസ്ഡ് ഒരു സുജൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ടേക്ക് ഓവർ ചെയ്തിട്ട് DBFS-ആയിട്ട് അതിനെ മെർജ് ചെയ്തു. അത് ലാൻഡ്മാർക്ക് ഗ്രൂപ്പിൻ്റെയിലായിരുന്നു ചെന്നൈയിലുണ്ടായിരുന്ന ആ കമ്പനി. അത് ടേക്ക് ഓവർ ചെയ്ത് മെർജ് ചെയ്തു. ഇതൊക്കെ മെർജ് ചെയ്തതിന് ശേഷം 2008 എനിക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പം നമുക്കൊരു നാഷണൽ ലെവൽ പ്രസൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ സമയത്ത് ഈ NRI ക്ലയൻസ് കുറേയേറെ പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഗൾഫിൽ വരൂ, നിങ്ങളിവിടെ ഒരു ഓഫീസ് തുടങ്ങൂ, ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇത്രയും ടൈമില്ല ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നോക്കാനും ഇതിൻ്റെ കോംപ്ലക്സിറ്റി, ഇതിൻ്റെ പേപ്പർ വർക്ക് ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ നാട്ടിലേക്കൊക്കെ അവധിക്ക് വരുമ്പോൾ ഞങ്ങൾ 100 മറ്റു കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല NRI കസ്റ്റമേഴ്സും. ഇപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് TV പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും എയർപോർട്ട് തൊട്ട് അവർ കുറേയേറെ ആളുകളെ കാണും. അപ്പോൾ കാണുന്നവരൊക്കെ ഇത് പറയും. പക്ഷേ പിന്നെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഗൾഫിൽ പോകാറുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് ഈ ഗൾഫിലെ രാജ്യങ്ങളിലൊക്കെ റെഗുലേഷൻസ് ഇച്ചിരി സ്ട്രിക്റ്റ് അറിയാമല്ലോ. നമുക്ക് ചുമ്മാ ഈ ഫിനാൻഷ്യൽ ബിസിനസ് അങ്ങനെ ഭയങ്കര സെൻട്രലൈസ്ഡ് ആണ്. അവിടെ അത് രാജകുടുംബത്തിൻ്റെ കയ്യിലാണ്, അപ്രൂവൽസും ഒക്കെ വേണം. അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പുമായിട്ട് ആരെങ്കിലുമായിട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങളിത് ചെയ്യാം എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കൊരു പാർട്ണറായിട്ട് ഈ ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ദോഹ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കാണ് വന്നത്. ദോഹ ബ്രോക്കറേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ദോഹ ബാങ്കാണ് അതിൻ്റെ കമ്പനി. ഇപ്പോൾ ദോഹ ബാങ്ക് ആക്ച്വലി ഉള്ള ഗുണം എന്തായിരുന്നു വെച്ചാൽ ഒത്തിരി NRI അക്കൗണ്ട്സ് ഒക്കെ ഉള്ള ബാങ്കാണ്. ഖത്തർ ബേസ്ഡ് ആണെങ്കിൽ അവർക്ക് GCC എല്ലായിടത്തും തന്നെ പ്രസൻസ് ഉണ്ടായിരുന്നു. ദുബായിലും എല്ലാം കുവൈറ്റിലും ഒക്കെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ബാങ്കാണ്. അപ്പോൾ അത്യാവശ്യം 10-40 വർഷം പഴക്കമുള്ള ബാങ്കാണ്, വലിയ ബാങ്കാണ്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിലൊരു ഷെയർ എടുക്കാം. അങ്ങനെ 49% വന്ന് അവരെടുക്കുന്നു. അങ്ങനെ അവർ 49% വന്നപ്പം അവർ പറഞ്ഞു ഇതിൻ്റെ പേര് നിങ്ങളിതൊന്നും മാറ്റിയിട്ട് ദോഹ ബാങ്കുമായിട്ടുകൂടെ ഒരു കണക്ഷനുള്ള രീതിയിൽ ദോഹ ബ്രോക്കറേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് അംഗീകരിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പേരിനേക്കാളും എന്താണെങ്കിലും വലിയൊരു പേരായിരുന്നു അത്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കിയത് ഇത് കുറച്ചുകൂടെ കോൺഫിഡൻസ്, ആളുകൾക്ക് ഓതന്റിസിറ്റി, ട്രസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അങ്ങനെ മാറ്റാതെ അങ്ങനെയാണ് ആ പേര് വന്നത്. ഏത് ഘട്ടത്തിലാണ് ലുലു നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ശരിക്കും? ആ ഒരു സമയത്ത് ഞാൻ യൂസഫ് അലി സാർ എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ലെവലിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ നടത്താനുണ്ടായിരുന്നു. പുള്ളി ഈ ബാങ്കിലൊക്കെ ഇവിടുത്തെ കുറേ ബാങ്കുകൾ പുള്ളിക്ക് ഒരാൾ സപ്പോർട്ടീവായിട്ട് ബോംബെയിൽ നിന്നുണ്ടായിരുന്നു. അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ഒരു ബ്രോക്കറും ഒക്കെ ഉണ്ടായിരുന്നു. അവരെങ്ങനെയോ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണേലും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ഈ പുള്ളി ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഒരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ പോയി കണ്ട് പുള്ളിയോട് ഞങ്ങളിത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തോ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് അത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു കോൺഫിഡൻസ് പുള്ളിക്ക് ഇല്ലായിരുന്നു. കാര്യം പുള്ളി നോക്കിയപ്പോൾ ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയുടെ ഒക്കെ ഇന്ത്യയിലെ കേന്ദ്രം എന്ന് പറയുന്നത് ബോംബെയാണ്. പിന്നെ അവിടെ അത്യാവശ്യം പേരുള്ള ബ്രോക്കേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കേപ്പബിലിറ്റിയും ഉണ്ട് സാർ, ഞങ്ങൾക്കൊരു അവസരം തരൂ. ഞങ്ങൾ അപ്പോൾ പുള്ളിക്ക് ആ സമയത്ത് ഫെഡറൽ ബാങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യാതെ. അങ്ങനെ ഞങ്ങൾ പുള്ളി പറഞ്ഞ രീതിയിൽ തന്നെ ഞങ്ങൾ ആ ട്രാൻസാക്ഷൻ നടത്തി. അപ്പോൾ പുള്ളിയുടെ ഫെഡറൽ ബാങ്കിലുള്ള ട്രാൻസാക്ഷനൊക്കെ നിങ്ങൾ ത്രൂ നടന്നത്? അന്ന്. അപ്പോൾ അത് ഞങ്ങൾ അതിന് ശേഷം അത് നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി കുറേ ഇക്വിറ്റി പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ആയി. അപ്പോൾ കോൺഫിഡൻസ് ആയി പുള്ളി അങ്ങനെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആക്റ്റീവായിട്ടുള്ള ആളല്ലെങ്കിലും പുള്ളി കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാന്യമായ രീതിയിൽ പുള്ളിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പുള്ളിയുടെ തിരക്കനുസരിച്ച് എപ്പോഴും പോയി അങ്ങനെ പുള്ളിയെ കാണും. വല്ലപ്പോഴും ഒക്കെ ഞാൻ പോയപ്പോൾ കാണും. അങ്ങനെ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ കൊള്ളാം, നിങ്ങളാൾ കൊള്ളാമല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലൊന്നുമല്ല, നിങ്ങൾ എന്തിനാണ് വേറെ ഈ ബാങ്കിൻ്റെ ഒക്കെ അടുത്ത് പോയത്, എൻ്റെ അടുത്ത് വന്നാൽ പറയരുത്, നിങ്ങൾക്ക് വല്ല കാശിനാണ്. ഞാൻ പറഞ്ഞത് കാശിൻ്റെ ഒരു ആംഗിളല്ല, ഒരു റിലേഷൻഷിപ്പിൻ്റെ ആംഗിളാണ്. ഇതൊരു ബിസിനസ് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ബാങ്കുമായിട്ടൊരു ടൈപ്പ് വെച്ച് അങ്ങനെയാണ് ഞാനും ഷെയർ എടുക്കുമെന്ന് പറഞ്ഞു, എനിക്കും തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കൊരു ഗുഡ് വിൽ മെഷർ എന്നുള്ള രീതിയിലാണ് ഒരു 10% ഷെയർ. പിന്നെ റൈറ്റ്സ് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ പുള്ളി കുറച്ചൊരു ഷെയർ എടുത്തപ്പോൾ ഒരു 15% ഹോൾഡിംഗ്. ഇപ്പോൾ മേജർ ഷെയർ ഹോൾഡേഴ്സ് ദോഹ ബാങ്ക് തന്നെ മേജർ ഷെയർ ഹോൾഡർ. പിന്നെ നിങ്ങൾ ഫൗണ്ടേഴ്സും? ഞങ്ങൾ പ്രൊമോട്ടേഴ്സ്. സാർ തന്നെയാണ് കമ്പനി ലീഡ് ചെയ്യുന്നത്? ഞാനാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് തുടക്കം തൊട്ട് ഞാനാണ് മാനേജിംഗ് ഡയറക്ടർ. നമ്മൾ ശരിക്കും എന്തൊക്കെ സർവീസസാണ് DBFSന്? കാരണം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പല സ്ഥലത്തും DBFSൻ്റെ ബോർഡുകൾ കാണാം. അപ്പോൾ നമുക്ക് സംശയം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കറാണോ, ഫിനാൻഷ്യൽ സർവീസസ് ആണോ, നോൺ ബാങ്കിങ് ഫിനാൻസ് ആണോ? ശരിക്കും ആക്ച്വലി DBFS എന്തൊക്കെ സർവീസ്? DBFSൻ്റെ തുടക്കം ബ്രോക്കറേജ് സർവീസസിലാണ്. ഞാൻ പറഞ്ഞ പോലെ ബ്രോക്കേഴ്സാണ് ഞങ്ങൾ. NSE, BSE, ഇന്ത്യയിലുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും. പിന്നെ കൂടാതെ നമുക്ക് ദുബായിൽ ആ സമയത്ത് ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ടായിരുന്നു. അത് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി ബിസിനസ് ചെയ്യാനായിട്ടൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ എല്ലാവിധ ലൈസൻസും ഉള്ള ബ്രോക്കറേജ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറേജ് കമ്പനിയായിട്ടാണ് തുടക്കം. 2018 ഞങ്ങൾ അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് ബ്രോക്കറേജിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോൺ ബാങ്കിങ് ഫിനാൻസ്, അതായത് NBFC. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു സബ്സിഡറി വന്നു, DBFS ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് NBFC ആക്ടിവിറ്റി ചെയ്യുന്നു. പിന്നെ 2021-22 ആയപ്പോഴത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസും വെൽത്ത് മാനേജ്മെൻറ്റിനുമായിട്ട് ഒരു സബ്സിഡിയറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രോക്കറേജ് ഒരു വാനില ബ്രോക്കറേജ് ആക്ടിവിറ്റി ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് സർവീസസ്, പിന്നെ വെൽത്ത് മാനേജ്മെൻറ്റും അതുപോലത്തെ അഡ്വൈസറി സർവീസസും എല്ലാം കൂടെയുള്ള എല്ലാ വെൽത്ത് മാനേജ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട് എല്ലാം വരും, എല്ലാ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. അതിനുമായിട്ടും ഒരു സബ്സിഡിയറി വന്നു. അങ്ങനെ 3 വെർട്ടിക്കലിലാണ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ 3 വെർട്ടിക്കലും സെപ്പറേറ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഈ 3 വെർട്ടിക്കലിൽ എല്ലാം ദോഹ ബ്രോക്കറേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ സബ്സിഡിയറി കമ്പനീസാണ്.
ഇതിലെല്ലാം തന്നെ നമ്മൾ ചില ആക്ടിവിറ്റീസ് കോമൺ ആണ്. ഉദാഹരണം പറഞ്ഞാൽ കംപ്ലയൻസ്, അതുപോലെ തന്നെ കംപ്ലയൻസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, എന്നാലും അതിനൊക്കെ ചില ആളുകൾ മെയിൻ ആളുകൾ കോമൺ ആണ്. പക്ഷേ എന്നാലും മൂന്നും സെപ്പറേറ്റ് വെർട്ടിക്കലായിട്ടാണ് ഓപ്പറേറ്റ്. നമ്മൾ ഈ ബ്രാഞ്ചസ് ഒക്കെ എല്ലാ ബ്രോക്കറേജ് സർവീസസിനും ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ ആ മോഡൽ ഇപ്പോൾ ബ്രാഞ്ച് മോഡലിൽ നിന്ന് മാറി കൂടുതലും ഓൺലൈൻ ആക്ടിവിറ്റീസിലേക്കായി വന്നു. അപ്പോൾ നമുക്ക് ബ്രോക്കറേജിൻ്റെ ബ്രാഞ്ചസ്, ഒരു സമയത്ത് ബ്രോക്കറേജിന് തന്നെ നമുക്കൊരു 30ഓളം ബ്രാഞ്ചസും ഒരു 250ഓളം ഏജൻസി ഓഫീസസും ഉണ്ട്, ഫ്രാഞ്ചൈസിയും ഉണ്ട്. ആ മോഡലാണ് ബ്രോക്കറേജിനുണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞ് അറൗണ്ട് ഒരു 10ഓളം ബ്രാഞ്ചസ് ഉള്ളൂ ബ്രോക്കറേജിന്. ഏജൻസീസ് ആണെങ്കിലും ഒരു 100ന് താഴേക്ക് വന്നു. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഓൺലൈനിലേക്ക് മാറി. പക്ഷേ ഞങ്ങളുടെ NBFCക്ക് ഇപ്പം വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു 60ഓളം ബ്രാഞ്ചസ്. എല്ലാം കേരളത്തിലാണ്? അല്ലല്ല, കേരള സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, 4 സ്റ്റേറ്റിലായിട്ട് ഒരു 62ഓളം ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പം. അത് സെപ്പറേറ്റ് അതിനായിട്ട്. ഇത് കൂടാതെ ഞങ്ങൾക്ക് ഓവർസീസ് GCC കൺട്രീസിൽ, ഖത്തറിൽ, UAE, കുവൈറ്റിൽ, ഒമാനിൽ, 4 GCC കൺട്രീസിൽ നമുക്ക് ഓഫീസസ്. ഗ്ലോബൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി NRI ബിസിനസ്സും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ടാർഗറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഗോൾഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഗ്രോത്ത് റേഷ്യോ നോക്കുന്ന സമയത്ത് കൂടുതൽ സ്റ്റോക്കാണ്. കറക്റ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു CAGR റിട്ടേൺസ്. എന്താണ് അതിൻ്റെ കാരണം? എത്ര പെർസെൻറ്റേജ് ശരിക്കും നമ്മളൊരു അല്ല, ഇപ്പോൾ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞ 30 വർഷം ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് തന്നെ നോക്കിയാൽ ഒരു 15% റിട്ടേൺ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. 15% ഉണ്ട്. അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ കുറച്ച് സ്റ്റോക്ക് പിക്കിങ്, അതൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇതിനകത്ത്. എഡ്യൂക്കേഷൻ മാത്രം പോരാ, അവരുടെ പേഷ്യൻസും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും കറക്റ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ ചിലർ വെൽ ഇൻഫോംഡ് ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി, പക്ഷേ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകത്തില്ല. അവർ പിക്ക് ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ മനസ്സിലും ഈ പറഞ്ഞ പോലെ അവരൊരു ഭയങ്കര അഗ്രസീവ് സ്ട്രാറ്റജി എടുക്കും, ഗ്രീഡി ആയിട്ട് പോകും. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് പ്രശ്നങ്ങളാണ്. നമുക്കെപ്പോഴും ഇതിനകത്ത് മാർക്കറ്റുകൾ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുമല്ലോ. നമുക്കൊരു പ്രത്യേക ഒരു ബാലൻസ് വേണം ഈ മാർക്കറ്റിനെ നോക്കി കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മാർക്കറ്റിനോട് അടുത്ത് നിൽക്കാവോന്ന് ചോദിച്ചാൽ അടുത്ത് നിൽക്കണം. പക്ഷേ മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് വേണം. കാര്യം അല്ലെങ്കിൽ നമ്മൾ എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, നമ്മൾ ഭയങ്കര ഒബ്സസ്ഡ് ആയി പോയി മാർക്കറ്റിനകത്ത്. ചില ആളുകൾ 24/7 ഈ മാർക്കറ്റിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും, പക്ഷേ അവർക്ക് മെച്ചമില്ല. പിന്നെ അത് ട്രേഡറാണോ ഇൻവെസ്റ്ററാണോ എന്നൊക്കെയുള്ള പല ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ആംഗിളിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ട് ഈ കമ്പനികൾക്ക് ബെറ്റർ റിട്ടേൺസ് ഉണ്ടാകും? അതിനൊറ്റ ആൻസറേ ഉള്ളൂ. നമ്മുടെ എക്കണോമിക്ക് ഒരു 5, 6, 7, 8% നല്ല എക്കണോമിക് സിറ്റുവേഷൻ വരുമ്പോൾ 8% ഗ്രോത്ത് വരും. മോശമാണെങ്കിൽ 6% വരും. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 6.5% വരും. ഇത് കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് അങ്ങനെയാണ്. ഇനി ഒരു 10-25 വർഷം മുന്നോട്ടും അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാര്യം ഇന്ന് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയിലൊന്നാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യയിലെ പോപ്പുലേഷനും ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ പൊസിഷനും ഒക്കെ വെച്ച് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോൾ അത് കോൺഗ്രസ് ഭരിച്ചോ BJP ഭരിച്ചോ അതൊന്നും മെറ്റീരിയലാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഒരു പോപ്പുലേഷൻ്റെ ഒരു ഘടകങ്ങളെല്ലാം കൂടെ ഇവരുടെ 140 crore ആളുകളുടെ ആസ്പിറേഷൻസ്, അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിമാൻഡ്, മനസ്സിലായില്ലേ? നമുക്കാണെങ്കിൽ അത്ര വലിയ ഹൈ കോസ്റ്റ് എക്കണോമി അല്ല, നമ്മൾ കുറച്ചുകൂടി ലിറ്ററേറ്റഡ് ആയ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പം ഇത് എല്ലാ രാജ്യത്തും സംഭവിച്ചിട്ടുണ്ട്. ചൈനയിൽ സംഭവിച്ചിട്ടുണ്ട് 1990-ലും 2010 വരെയുള്ള പീരീഡിൽ. US സംഭവിച്ചിട്ടുണ്ട്, ജപ്പാനിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇന്ത്യയിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 20-25 വർഷം കൊണ്ട് ഇന്ത്യൻ എക്കണോമി ഇവിടുന്ന് ഒരു 3-4 ഇരട്ടിയായിട്ട് വളരും. ഓക്കെ. അപ്പോൾ അത് ആര് ഭരിച്ചാലും വളരും. ഞാൻ ഭയങ്കര ഡിസാസ്റ്ററും നാച്ചുറൽ കലാമിറ്റീസും ഒക്കെ ഉണ്ടായാൽ അത് ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യം, അത് നമുക്കറിയില്ല. ബാക്കിയുള്ള സിറ്റുവേഷനിൽ വരും. അപ്പോൾ ഇത് പക്ഷേ നല്ല പോളിസി, നല്ല ഭരണമാണെങ്കിൽ അത് പെട്ടെന്ന് സംഭവിക്കും. അത് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ എക്കണോമി 7-8% വളരുമ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചില കോർപ്പറേറ്റ്സ്, ഇപ്പോൾ ടാറ്റാസ്, അംബാനി, അഡാനി എന്നൊക്കെ പറയുന്നതൊക്കെ കുത്തകളെന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ ഇതല്ലാതെ ധാരാളം കമ്പനികളുണ്ട് കേരളത്തിൽ, ഇഷ്ടം പോലെ ഉണ്ട്. ആയിരക്കണക്കിന്. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ 9,000 ലിസ്റ്റഡ് കമ്പനീസ്. ഇതിൽ പല കമ്പനികളും ക്വാർട്ടർലി റിസൾട്ടുകൾ വരുമ്പോഴും ആനുവൽ റിസൾട്ട് വരുമ്പോഴും 20-25% ഗ്രോത്താണ് ഇവർക്ക് കൺസിസ്റ്റൻ്റായിട്ട്. കഴിഞ്ഞ ഒരു 10-20 ക്വാർട്ടറായിട്ട് 20% ഗ്രോ ചെയ്യുന്ന ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഞാനൊരു 3-4 കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ മിക്ക കമ്പനികളും 20-25% ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓണർഷിപ്പിൻ്റെ ഒരു പാർട്ടാകുകയാണ്. അതിൻ്റെ മനസ്സിലായോ? ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. അതെ, ആ കമ്പനി 20% ഗ്രോ ചെയ്ത് ടേൺ ഓവർ കൂടി, അവരുടെ പ്രോഫിറ്റ് കൂടി. എന്തുകൊണ്ട് കൂടി എന്നുള്ള നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്തുകൊണ്ട് കൂടിയെന്ന് വെച്ചാൽ ഇവിടെ അതിനൊരു മാർക്കറ്റുണ്ട്.
ടി വി വിൽക്കാനൊരു മാർക്കറ്റുണ്ട്, മൊബൈൽ വിൽക്കാനൊരു ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് നമ്മൾ. കാറ് വിൽക്കാനൊരു മാർക്കറ്റുണ്ട്, സ്കൂട്ടർ വിൽക്കാനൊരു മാർക്കറ്റുണ്ട്, EV വിൽക്കാനൊരു മാർക്കറ്റുണ്ട്. ഇത്രയും വലിയ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് ഇവർ നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുമ്പോൾ, അപ്പോൾ മഹീന്ദ്ര എന്ന് പറഞ്ഞ കമ്പനി ഒരു ക്ലാസിക് എക്സാമ്പിൾ, മഹീന്ദ്രയുടെ ഷെയർ പ്രൈസ് ഒരു 800 രൂപ 600 രൂപയൊക്കെ ഉള്ളായിരുന്നു 4-5 വർഷം മുമ്പ്. ഇപ്പോൾ അത് 3000 രൂപയായി. എന്തുകൊണ്ടായി? മഹീന്ദ്രയുടെ സെയിൽ എടുത്ത് നോക്കി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹീറോ ഹോണ്ടയുടെ സെയിൽ എടുത്ത് നോക്കി. 1 ലക്ഷം ബൈക്ക് വിറ്റിരുന്ന കമ്പനി ഇപ്പോൾ 5 ലക്ഷം ബൈക്കാണ് മാസം വിൽക്കുന്നത്. ബജാജ്, എല്ലാ കമ്പനികളും, ഇത് ഒരു കമ്പനിയുടെ കാര്യമല്ല, ബജാജ് ഓട്ടോ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്ന. അതായത് ഒരു 2000-ലൊക്കെ ഇവിടെ ഒരു കമ്പനിയുടെ ടേൺ ഓവർ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ റിലയൻസിൻ്റെ ടേൺ ഓവർ എടുത്ത് നോക്കിയാൽ ഒരു 10,000 കോടി രൂപ ടേൺ ഓവർ, 10,000 കോടി രൂപ ടേൺ ഓവർ വന്നു. ഇന്ന് ഒരു 10 ലക്ഷം കോടി രൂപ ടേൺ ഓവർ, അതിന് മുകളിൽ ഒരു ക്വാർട്ടറിൽ പറയുന്നത്. അതായത് ഇത്രയും വലിയ ടേൺ ഓവറിലേക്ക് ഇത് എങ്ങനെ വന്നു? പണ്ട് ഞാൻ പേപ്പർ വായിക്കുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെടുമായിരുന്നു. ഈ അമേരിക്കയിലൊക്കെ ചില കമ്പനികൾക്ക് 10 ബില്യൺ 30 ബില്യണൊക്കെ ടേൺ ഓവർ. ഇത് 30 ബില്യൺ, ഇത് ചുമ്മാ തട്ടിപ്പായിരിക്കും. ഞാൻ തന്നെ ആദ്യം വെച്ചത്. പക്ഷേ പിന്നീട് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എക്കണോമി വളരുന്നതിനനുസരിച്ച് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നല്ല കമ്പനികളാണെങ്കിൽ ആ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അവർ ഗ്രാബ് ചെയ്യുന്നത്, അല്ലേ? താങ്കൾ ട്രെയിനിങ് നടത്താൻ ആ മാർക്കറ്റ് ഗ്രാബ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് 20-30% ഗ്രോ ചെയ്യാൻ പറ്റും. അതായത് നോർമൽ എക്കണോമിയുടെ ഗ്രോത്തിൻ്റെ 4 ഇരട്ടി ഈ കമ്പനികൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, അല്ലെ 5 ഇരട്ടി ഗ്രോ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് പറ്റും? ഈ കമ്പനികൾക്കുള്ളിലൊക്കെ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സും മാനേജ്മെൻറ്റും ഉണ്ട്, സിസ്റ്റം, ഇൻ്റലക്ച്വൽ സ്കില്ലുള്ള ആളുകളാണ്. അപ്പോൾ അവർ നിങ്ങളെക്കാളും എന്നെക്കാളും മിടുക്കരായിട്ട് ആളുകൊണ്ടാണല്ലോ അവരൊക്കെ തലപ്പത്ത് വന്നത്. അവരവിടെ ഇരുന്നിട്ട് ഏത് സാഹചര്യങ്ങൾ വന്നാലും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കി അവർ ഗ്രോ ചെയ്യും. കോവിഡ് വന്നാലും ആ സമയത്ത് അവർ ഗ്രോ ചെയ്യും. അതിനുശേഷം എന്ത് പ്രശ്നം, ഇവിടെ ഡിമോണിറ്റൈസേഷൻ വന്നു, മറ്റ് GST, പല കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നു. പക്ഷേ ഈ കമ്പനികളുടെയൊക്കെ ടേൺ ഓവറുകൾ ഡബിളായി, ഇനിയും ഡബിളാകും. ഇപ്പോഴത്തെ ഈ ജനറേഷൻ, അല്ല ഇപ്പോൾ നമ്മുടെ ആളുകൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവരെ കൂടുതൽ ഫോക്കസ് പോകുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലേക്കാണ്. ഒരു നമുക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുന്ന ഏതൊരു ആൾക്കറിയാം, ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലാണ്, ഏത് വാല്യൂ ബേസ്ഡ്, ഏത് അസറ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിലും ലോങ് ടൈമിലേക്ക് വിഷൻ വെച്ച് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കാണ് നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. അതെ. അപ്പോൾ പക്ഷേ ഇതാരും പറയുന്നില്ല. ഇപ്പം താങ്കൾ പറഞ്ഞാണ് ഇതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഷോർട്ട് ടൈമിൽ ട്രേഡിങ്ങിലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പോകുന്നു? അവർക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുള്ളൊരു ഒരു ആഗ്രഹം, അത്യാഗ്രഹം, ഈ രണ്ട് സിറ്റുവേഷൻ കൊണ്ടാണ്. അത് ആഗ്രഹമായിട്ട്, ഇപ്പോൾ ട്രേഡിംഗ് ഒരു മോശം കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒരു സ്കിൽ ബേസ്ഡ് ആക്ടിവിറ്റി, അതിൻ്റേതായ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. വർഷങ്ങളുടെ പഠനവും വർഷങ്ങളോളം നമ്മൾ ഈ മാർക്കറ്റിലെ സ്ട്രാറ്റജി ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അതാണ് പ്രശ്നം. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിക്ക് മാത്രം വേറൊരാൾ ചെയ്യുന്ന കോപ്പി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരാൾ എന്തെങ്കിലും ചെയ്തു അല്ല പറയുന്ന രീതിയിലൊന്നും നമുക്ക് ട്രേഡ് ചെയ്യാനൊക്കെ പറ്റില്ല. ഇതൊരു സ്കില്ലാണ്. ഈ സ്കില്ല് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എപ്പം ബൈ ചെയ്യണം, എപ്പോൾ സെല്ല് ചെയ്യണം, എങ്ങനെ എന്തൊക്കെ സ്ട്രാറ്റജി ചെയ്യണം, അവനവൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഇപ്പം ആളുകളെ വിട്ടിട്ട് ഇത് മെഷീൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് റോബോട്ടിക് ആക്ടിവിറ്റി, ഇപ്പോൾ നമുക്ക് അൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ട്രേഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രേഡിങ്ങിനകത്ത് ചെയ്യുന്നത് എന്താണ്? ഷോർട്ട് ടൈം ബേസിസ് ചെയ്യുമ്പോൾ വളരെ ഷോർട്ട് ടൈമിലുള്ള മൂവ്മെൻറ്റ്സിനകത്തു നിന്ന് ഗെയിൻ ഉണ്ടാക്കാമെന്ന് നോക്കുന്നത്. ലോങ് ടൈം ബേസിസിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊക്കെ ഒരു സ്പെക്കുലേറ്റീവ് എലമെൻ്റ് കൂടെ എപ്പോഴും വരും. അപ്പോൾ ഈ ട്രേഡിങ്ങിനെ സ്പെക്കുലേറ്റീവ് എലമെൻറ്റ് മാറ്റി പ്യുവർ ട്രേഡിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ അത് വളരെ കുറവാണ് അതിൻ്റെ എണ്ണം. ഇപ്പോൾ സെബിയുടെ സ്റ്റഡി തന്നെ പറയുന്നത് 91% ആളുകൾക്ക് ഇതിനകത്ത് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, 9% ഓഫ് ദ ട്രേഡേഴ്സാണ് ഗെയിൻ ഉണ്ടാക്കുന്നുള്ളത്. പക്ഷേ ഞങ്ങളൊക്കെ സ്റ്റഡി നടത്തിയപ്പോൾ ഞങ്ങൾക്ക് അത്രയും അല്ല നമ്പേഴ്സ് നമ്മുടെ ഡേറ്റയിൽ. കാര്യം നമ്മുടെ ഡേറ്റയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ്, താങ്കൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് പല ആളുകളും മൾട്ടി ലെവൽ ഗെയിൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു റെവല്യൂഷൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഒരു ലോങ് ടൈം ആയി അല്ലേ, 36 വർഷം. ഈ 36 വർഷത്തിൽ ഒരുപാട് സ്മോൾ സ്കെയിൽ തൊട്ട് ലാർജ് സ്കെയിൽ കോർപ്പറേറ്റ് ക്ലയൻസ് വരെ ഇപ്പോൾ സാറിൻ്റെ സംസാരിച്ചപ്പോൾ എനിക്കറിയാം. പക്ഷേ ഇത്രയും സാറിൻ്റെ ടോട്ടൽ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സൈറ്റഡ് ആയിട്ട് വരുന്ന ഒരാൾ ശരിക്കും ലോങ് ടൈമിലേക്ക് ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുള്ളി ട്രേഡിങ്ങിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്, അതേ അസറ്റ് ക്രിയേഷനിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്? ഞാൻ അതിനകത്ത് രണ്ട് രീതിയിൽ ആൻസർ യെസ് ആൻഡ് നോ എന്ന് പറയും. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്ക്
സ്റ്റോക്ക് മാർക്കറ്റ് വഴങ്ങുന്ന ഒരു ഫീൽഡാണെന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടാൽ, പുള്ളിക്ക് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുന്ന സ്കില്ലുണ്ടെന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടാൽ, അത് എങ്ങനെ ബോധ്യപ്പെടാം? കരക്കിരുന്നുകൊണ്ട് നീന്തൽ പഠിക്കാൻ പറ്റില്ല. ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അല്ല ട്രേഡ് ചെയ്ത് പുള്ളി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അത് പുള്ളിക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാമെന്ന് ബോധ്യപ്പെട്ടാൽ കൂടുതൽ കാശുണ്ടാക്കാൻ ചാൻസ് ട്രേഡിങ്ങിലാണ്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്കില്ല് വളരെ കുറച്ച് ആളുകൾക്ക്, ഒരു 100 പേരെ എടുത്താൽ 3-4 പേർക്ക് ആ സ്കില്ലുള്ളൂ. 3% അല്ല, അത്രേ ഉള്ളൂ. ബാക്കി അതിനപ്പുറത്തേക്ക് ഉള്ളവർക്ക് ആ സ്കില്ലില്ല. കാരണം ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ട്രേഡേഴ്സിൻ്റെ മെൻറ്റാലിറ്റി, ട്രേഡിംഗ് പൊസിഷൻസ്, ലിവറേജ് ഒക്കെ യൂസ് ചെയ്യും മാർക്കറ്റിൽ. അപ്പോൾ അന്നേരമൊക്കെ ഉണ്ടാകുന്ന റിസ്ക്കുകൾ, അങ്ങനത്തെ അതിന് പറ്റിയ പ്രൊഡക്റ്റുകൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലൊക്കെ പോയാണ് ട്രേഡേഴ്സ് കൂടുതലും ചെയ്യുന്നത്. ഇൻഡെക്സ് പോലുള്ള പ്രൊഡക്റ്റുകളിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും പിന്നെ വളരെ ഫുൾ ടൈം ഇൻവോൾവ്മെൻറ്റും വേണ്ട ഒരു ആക്ടിവിറ്റി. അത് പാർഷ്യലായിട്ട് എപ്പോഴേലും മല പരിപാടികൾക്കിടയ്ക്ക് പോയി ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സമയവും റിസ്ക് എടുക്കാനുള്ള ആപ്പിറ്റൈറ്റും എൻ്റെ സ്കില്ലും ഉള്ളതെന്ന് തോന്നിയാൽ ട്രേഡേഴ്സിൽ പോകാൻ ഒരു പ്രശ്നവുമില്ല. മറിച്ച് സാധാരണ ഒരു 80% ആളുകളിൽ 90% ആളുകൾക്കും അതില്ല. ഈ ഒന്നെങ്കിൽ സ്കില്ലില്ല, അല്ലെങ്കിൽ സമയമില്ല. പലർക്കും സമയമില്ല, അവരൊക്കെ മറ്റ് പ്രൊഫഷണൽ ജോബിലൊക്കെ. അല്ലെങ്കിൽ അവരൊക്കെ ഇൻവെസ്റ്റേഴ്സായിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ലത്. അവർക്കാണ് ഇൻവെസ്റ്റർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലൈൻഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കുന്നില്ല. അടുത്ത 25 വർഷത്തെ ഇന്ത്യ ഗ്രോ ചെയ്യുന്നു, ഞാനൊരു കണ്ണടച്ച കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, പ്രധാനപ്പെട്ട ഒരു 10 കമ്പനി സ്റ്റോക്ക് എടുത്ത് നോക്കും, എന്നാൽ പോലും ഒരു ഭയങ്കര ഫിനോമിനൽ ഗെയിൻസ് അടുത്ത 15 വർഷത്തിൽ ഉണ്ടാകും. അവരുടെ മിടുക്കൊണ്ടല്ല, ഇന്ത്യ അങ്ങനെ എക്കണോമിയുടെ ഗ്രോത്ത് കൊണ്ടും, എക്കണോമി ഗ്രോ ചെയ്യുമ്പോൾ ഇവിടുത്തെ കമ്പനികൾ എക്കണോമിയെ ബീറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഉണ്ടാകുന്നതുകൊണ്ടും ഇതുണ്ടാകും. പിന്നെ ശരിക്കും അതല്ല ചെയ്യേണ്ടത്, കുറച്ചൊക്കെ ഒരു ആക്റ്റീവ്ലി നമ്മളിതിനെ മോണിറ്റർ ചെയ്യണം. നമ്മളൊരു ചെടി വെച്ച് കൊടുത്ത് അതിനൊരു വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഗ്രോത്ത് വ്യത്യാസമാണ്. അതേസമയം കുറച്ചുകൂടെ കെയർ ചെയ്യുമ്പോൾ ഉള്ള ഗ്രോത്ത് വ്യത്യാസമാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പോർട്ട്ഫോളിയോ വൺസ് ഒരു 3 മന്ത്സിലോ 6 മന്ത്സിലോ ഒക്കെ റിവ്യൂ ചെയ്യുക, ഫിനാൻഷ്യലായിട്ടുള്ള നോളജുള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്യുക, സ്റ്റോക്കുകൾ അത് പിക്ക് പ്രോപ്പർ ഗൈഡൻസ്. ചില സെക്ടേഴ്സൊക്കെ കുറച്ച് കഴിയുമ്പോൾ റെലവൻ്റ് അല്ലാതാകും. ഇപ്പോൾ ആ സെക്ടറിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് പോർട്ട്ഫോളിയോ ഒന്ന് റീബാലൻസ് ചെയ്ത് പോയാൽ അതും വലിയ നേട്ടമാണ്. ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള പ്രൊഡക്റ്റുകൾ വഴി ഇൻവെസ്റ്റ് ചെയ്താലും നേട്ടമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു എന്താ പറയുക, ഇന്ന് ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റർക്കുണ്ട് ഇന്ത്യയിൽ. ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഇന്ന് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവസരമുണ്ട്. നല്ല ഒരു മാർക്കറ്റുണ്ട്, ഇഷ്ടംപോലെ ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റിയൊക്കെ അവയർനെസ് ഇച്ചിരി ഇപ്പോഴും കുറവാണെങ്കിലും അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഗ്രോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. മിഡിൽ ക്ലാസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തില്ല. അതിൻ്റെ ഒരു റീസൺ ആണല്ലോ ഇപ്പോൾ ഗവൺമെൻറ് വന്നിട്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. 3-4 വർഷം മുമ്പ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ കൂട്ടി. ആ സമയത്ത് ആളുകളൊരു ചോദ്യം ചോദിച്ചു, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഒക്കെ ഇവിടുന്ന് കൂടും, അധികം പേരൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ലല്ലോ. ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു, ഡേറ്റ അങ്ങനെയൊന്നുമല്ല പറയുന്നത്, ഞങ്ങളിത് മാറ്റാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്തേരം കാശാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയത് ടാക്സസിൽ നിന്ന്. സാർ, ഇപ്പോൾ നമ്മുടെ നിർമ്മലാ സീതാറാം പാർലമെൻറ്റിലും നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ സാറൊക്കെ പറയുന്നു ഇന്ത്യ ഒരു വലിയ എക്കണോമിക് ബൂം, വലിയൊരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുമെന്ന് എല്ലാ ഫിനാൻഷ്യൽ എക്സ്പേർട്സും പറയും. ഇപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ വ്യൂസ് മാറ്റി വെച്ചാൽ എല്ലാ ഫിനാൻഷ്യൽ എക്സ്പേർട്സും പറയുന്നൊരു കാര്യം അതാണ്. ഇത് നമ്മളോട് ആദ്യം പബ്ലിക്കായി പറഞ്ഞു തുടങ്ങിയത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹമാണ് ഇന്ത്യക്കാരനോട് നിങ്ങൾ ധൈര്യമായിട്ട് സ്വപ്നം കണ്ടോ, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് നമ്മുടെ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നിന്ന് ഇതൊരു സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും, ഇതൊരു ഡെവലപ്ഡ് കൺട്രി ആവുമെന്ന് പറഞ്ഞത്. അത്തരത്തിലൊരു സാഹചര്യം വരുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇവിടെ ആർക്കാ ശരിക്കും കിട്ടുക? നമ്മളിവിടുത്തെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യ ഒരു ഡെവലപ്പ് നേഷൻ ആകുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭയങ്കര ഒന്നും ചെയ്യേണ്ട, നമ്മളങ്ങ് രക്ഷപ്പെട്ടു. വലിയ റോഡുകൾ വരുന്നു, വലിയ എയർപോർട്ടുകൾ വരുന്നു, പിന്നെ നമുക്ക് അവിടെ വലിയ വലിയ ഇപ്പം നമ്മൾ ഡെവലപ്പ് നേഷനിൽ പോയി ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ കാണുന്ന എല്ലാ ജീവിത സൗകര്യങ്ങളും ഇവിടെ വരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആളുകൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പം ആ ഒരു സമയത്ത് ഇന്ത്യ ഒരു ഹൈ കോസ്റ്റ് എക്കണോമിയായിട്ട് മാറിപ്പോകും. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്കൊരു ദന്തിസ്റ്റിനെ കണ്ട് ഒരു പല്ലിൽ ഒരു പരിപാടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ 5000 രൂപ ആകുന്നുണ്ടെങ്കിൽ അന്ന് 5 ലക്ഷം രൂപ ആകും. കോസ്റ്റ് ഓഫ് ലിവിങ് എല്ലാ രീതിയിലും. ഒരു കാപ്പി കുടിക്കാൻ പോലും ഇന്നിപ്പോൾ 50 രൂപ ആകുന്നുണ്ട്, 500 രൂപ ആകും. എഴുതി വെച്ച് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ഈ സിറ്റുവേഷനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ,
ഇന്ത്യ ഡെവലപ്പ് നേഷനാകും. താങ്കൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു, ഒരു സംശയവും ഇല്ല. ഒരു $10-30 ട്രില്യൺ എക്കണോമിയുള്ള സൈസ് ആകും 2047. ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 5 ആകും, 5x ആവും. 5x ആകും. അതിന് ഉറപ്പായിട്ടാകും. കാര്യം അത് ചുമ്മാ ഒരു മാത്തമാറ്റിക്സ് ആണ്. കോമ്പൗണ്ട് ചെയ്തങ്ങ് പോയാൽ ഒരു 6-7% ഗ്രോത്ത് റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ അങ്ങ് ആകും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻകം കൂടണം, നമ്മളുടെ അസറ്റ്സ് കൂടണം, നമ്മുടെ വെൽത്ത് കൂടണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ആ ഡെവലപ്പ് നേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അന്ന് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ കുറേ കാശുള്ളവരും ഒക്കെ വളരെ സന്തോഷത്തോടെ ഡെവലപ്പ് നേഷനിൽ ജീവിക്കും. ഡെവലപ്പ് നേഷൻ തരുന്ന കുറേ സോഷ്യൽ സെക്യൂരിറ്റി പോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവർക്ക് ഒരു പ്രയോജനം കിട്ടത്തില്ലെന്നുള്ളതാണ്. പക്ഷേ അവർക്കത് റിയലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവർ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ അവരുടെ വെൽത്ത് ബിൽഡ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഞങ്ങളുടെയൊക്കെ ഫീൽഡിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഞങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലല്ല ഇതിനെ കാണുന്നത്. പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു നീഡ് ഇപ്പോൾ എന്നത്തേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ട്. അതിന് വേറെ ചില റീസൺസും ഉണ്ട്. നമുക്ക് ട്രഡീഷണലായിട്ടുണ്ടായിരുന്ന ഇൻകം ആദ്യകാലത്ത് കാർഷിക വൃത്തിയിൽ നിന്നാണ് കൃഷിയൊക്കെ ഇന്ന് ആരാ ചെയ്യുന്നത്? ചെയ്താൽ തന്നെ എങ്ങനെ പ്രോഫിറ്റബിൾ ആകാൻ പറ്റും? 2, ഇനിയിപ്പോൾ വേറെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? അതിൻ്റെ റിയൽ എസ്റ്റേറ്റൊക്കെ അങ്ങനെ അതിൻ്റെതായ പരിമിതികളും സൈസും ഒക്കെ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ആളുകളുടെ ഇൻകം, ജോലികളിൽ നിന്നുള്ള ഇൻകം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന് ഏത് തരത്തിലാണ് ഈ ജോബ്സൊക്കെ അഫക്റ്റഡ് ആകുന്നതെന്ന് പറയാനൊക്കെ പറ്റില്ല. അപ്പോൾ ആളുകൾ വളരെ കെയർഫുള്ളായിട്ട് അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തണം. നല്ല അതിന് ഒരു രീതിയുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എത്രയും ഏർലി ആയിട്ട് അവർ അത് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലത്. അതായത് ഒരാൾ കരിയർ തുടങ്ങും 20-25 വയസ്സിൽ തന്നെ അയാൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാകുകയും അയാൾ കൃത്യമായിട്ട് അയാളുടെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിളാണ്. ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ്, ഇൻഷുറൻസ് പ്രൊഡക്റ്റ് അവൈലബിളാണ്. മസ്റ്റായിട്ട് മേടിക്കണം. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ചിലർ ഓടും, ഞങ്ങൾ എന്തിനാണ് മേടിക്കുന്നത്. പക്ഷേ അങ്ങനല്ല, ഇൻഷുറൻസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നാഷണൽ പെൻഷൻ സ്കീം വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്കീമാണ്. എന്തിനാ പെൻഷൻ എന്ന് ചോദിച്ചാൽ റിട്ടയർ ആകാത്ത ആരാ ഉള്ളത്? എല്ലാവരും റിട്ടയർ ആകും. അപ്പോൾ ഇതെല്ലാം ആളുകൾക്ക് ആവശ്യമുള്ള അത്തരം പ്രൊഡക്റ്റ് ഒന്നും പണ്ട് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഉണ്ട്, നമ്മുടെ താല്പര്യം അനുസരിച്ച് നല്ല SIP-കളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലാതെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുണ്ട്. നല്ല രീതിയിൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള അവസരങ്ങളൊക്കെ ആവശ്യം കൂടുതലുണ്ട്. അത് ഇൻ്റലിജൻ്റായിട്ട് യൂസ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ, അത് നമ്മുടെ അസറ്റ്സിൻ്റെ തന്നെ കോമ്പോസിഷൻ നോക്കിയാൽ, ഒരു 10-25 വർഷം മുമ്പ് നോക്കിയാൽ ഒരാളോട് ചോദിക്കുക താങ്കൾക്ക് എത്ര അസറ്റ് ഉണ്ട്? എനിക്ക് 1 കോടി രൂപ ഉണ്ട്. എന്താണ് അസറ്റ് എന്നൊന്ന് പറയാമോ? എനിക്കൊരു 75 ലക്ഷം രൂപ, വീട്, സ്ഥലവും പിന്നെ വേറൊരു സ്ഥലം, പറമ്പ് അവിടെയുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ പറയും. ബാക്കി എനിക്ക് കാറുണ്ട്, പിന്നെ ബാക്കി എന്താ, ബാക്കി കുറച്ച് ഗോൾഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നു. അല്ലെങ്കിൽ വേറെ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്, ഇതാ പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു 70-80% അവർ ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഈ വീട് സ്ഥലമൊക്കെ ഉണ്ട്, അതിനകത്തൊന്നും റിട്ടേൺ ഇല്ല. ഓക്കെ, ഒരു അസറ്റാണോ എന്ന് ചോദിച്ചാൽ അസറ്റാണ്, റിട്ടേൺസ് ഇല്ല. ഇപ്പോൾ റിട്ടേൺ ഉള്ള ഫിനാൻഷ്യൽ അസറ്റുകളിലേക്ക് മാറുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഫിനാൻഷ്യലൈസേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പോഴും അതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. പല ആളുകളും ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ അസറ്റ് അലോക്കേഷൻ കീപ്പ് ചെയ്യുന്നതുണ്ട്. ആ അസറ്റ് അലോക്കേഷൻ കീ ആയാൽ മാത്രമേ നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാകത്തുള്ളൂ. ആ റിട്ടേൺസ് വന്നാൽ മാത്രമേ നമ്മുടെ അസറ്റ്സ് ഗ്രോ ചെയ്യത്തുള്ളൂ. നമ്മുടെ അസറ്റ് ഗ്രോ ചെയ്ത് നമ്മളൊരു വെൽത്തി സിറ്റുവേഷൻ ആകുകയും ഡെവലപ്പ് നേഷനായിട്ട് ഇന്ത്യ മാറുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ നല്ലൊരു സ്വപ്നം ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ വി ആർ ഇൻ ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഇനി സാറ് പറയേണ്ടത് വിത്ത് റൈറ്റ് പീപ്പിളും കൂടി ആവണം എന്നാണ്. ഫിനാൻഷ്യലൈസേഷൻ്റെ ഒരു ആസ്പെക്റ്റ് ഒന്ന് ആളുകൾ തന്നെ അവനവൻ്റെ ഫിനാൻസ് അവനവന് തന്നെ ഒരു ധാരണ ഉണ്ടാകും. കാര്യം നമുക്കൊരു റെഡിമെയ്ഡ് മോഡൽ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. കാര്യം ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ്, ഒരാൾ ടൈലർ മെയ്ഡ്, ഒരാൾ 30 വയസ്സ് ചിന്തിക്കുന്നത് എനിക്ക് വീട് വെക്കണം, അല്ലെങ്കിൽ കാറ് മേടിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ പഠനം. കുറച്ച് കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് കുട്ടികളുടെ വിവാഹം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ പെൻഷനെ ഇൻകം കുറഞ്ഞുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും. അങ്ങനെ പല രീതിയിൽ ആ തോട്ട് പ്രോസസ് ആളുകൾക്ക് പോകും. അപ്പോൾ ഒരാളുടെ ഏജ്, ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അയാൾക്ക് ഇൻകം എന്തേലും ഉണ്ട് എന്നൊക്കെ അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന വേറെ ചില ആളുകളുണ്ട് അതിൽ സാഹസികമായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇപ്പം എക്കണോമി എക്സ്പാൻഡ് ചെയ്തു, സോഷ്യൽ മീഡിയ വന്നു, പലതരത്തിലുള്ള എക്സ്പീരിയൻസുകൾ അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, ട്രാവൽ, എല്ലാം നല്ല കാര്യങ്ങളാണ് ആളുകൾ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് കണ്ടമാനം കടം എടുക്കുന്ന ആളുകളുണ്ട്. അതാണ് ബിഗസ്റ്റ് ഡേഞ്ചർ. ഈ കടം എടുത്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടെ പെരുകി അവർക്ക്
ഹൊറിബിളായി പോകും. താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യൻ, ഈ എക്കണോമിയുടെ ഒരു സ്റ്റേജ് എന്ന് കഴിയുമ്പം ഇത്രയും വലിയ ലിവിങ് എക്സ്പെൻഡിച്ചറുകളും അതുപോലെ തന്നെ ആസ്പിറേഷണലായിട്ടുള്ള സ്പെൻഡിങ് എന്ന് പറയും നമ്മൾ, അതായത് ലക്ഷറി ആയിട്ടുള്ള കാറുകളോ ഒക്കെ. നമുക്ക് പണം ഉണ്ടെങ്കിൽ ഇതൊന്നും മോശമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. കാര്യം നമ്മൾ വി ഡിസേർവ് ലൈക്ക് നിങ്ങളിപ്പം നല്ല രീതിയിലൊരു ബിസിനസ് ചെയ്യുന്നു, നല്ലൊരു എംപ്ലോയ്മെൻറ്റ് നടത്തുന്നു, നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇൻകം ഉണ്ടാകുന്നു, കാശുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കണം. അത് ഈ ലോകത്ത് ഒരു ലിമിറ്റഡ് പീരീഡിലുള്ള ആളുകൾക്കുള്ളൂ. ആ സമയത്ത് അവർ ടൂർ നടത്തുകയോ സ്ഥലങ്ങൾ കാണുകയോ എൻജോയ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. പക്ഷേ അത് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഇൻകം ഉണ്ടാക്കിയിട്ട് വേണം. അവിടെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ റെലവൻസ്. ഞാനെപ്പോഴും എൻ്റെ ട്രെയിനിങ്ങിൽ പറയാറുണ്ട്, ഈ പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ലക്ഷറി ഉപയോഗിച്ചാൽ ആ ലക്ഷറിയുടെ കംഫർട്ട് അല്ല നമുക്ക് കിട്ടുക, അതിൻ്റെ പ്ലഷർ അല്ല കിട്ടുക, EMIയുടെ പ്രഷറായിരിക്കും. EMIയുടെ പ്രഷറായിരിക്കും. മറ്റേ വാറൻ ബഫറ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ പറയുമായിരുന്നു, നിങ്ങൾ ഇപ്പം ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചാൽ പിന്നെ അത് പേ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ. അതെ, കാശുള്ള സമയത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചാൽ കാശില്ലാതാകുന്ന സമയത്ത് അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. എല്ലാം ഒരേ ആംഗിൾ. അതെ, അല്ല പുള്ളി ഒരു ഭയങ്കര എക്സാമ്പിളാണ്. വാറൻ ബഫറ്റും അതേപോലെ നമ്മുടെ രാകേഷ് ജുൻജുൻവാലയൊക്കെ നമ്മളെ എത്രത്തോളം രാകേഷ് ജുൻജുൻവാലിനൊക്കെ ഈ ജനറേഷൻ അറിയും. പുള്ളിയുടെ അതൊക്കെ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു ഏറ്റവും വലിയ, അത് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ടാണ് ഒരു പരിധി വരെ നമുക്ക് ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ നമ്മുടെ സ്കൂളിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴല്ലേ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഉണ്ട് എന്ന് തന്നെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ, സാറിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഓഡിയൻസിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ്. നമ്മൾ ഒരു വലിയ എക്കണോമിയായി ഗ്രോ ചെയ്യാൻ പോവാണ്. സോ ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്, പുൾ അപ്പ് യുവർ സോക്സ്, പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക, പ്രോപ്പർ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യുക, ഓതൻറ്റിക്കായ ട്രസ്റ്റ് വർത്തിയായ ആളുകളെടുത്ത് ഗൈഡൻസ് എടുക്കുക. അതാണ് ചെയ്യേണ്ടതും. ആ രീതിയിലൊരു ഐഡിയ ആളുകൾ കീപ്പ് ചെയ്യണം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ മറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടാകും. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഉണ്ടാകും, ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യും, ഇതൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. ആ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നതും നമുക്ക് നല്ലത് തന്നെ. അപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ സിനാറിയോയിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ ഇപ്പോൾ ഈ റിവേഴ്സ് മൈഗ്രേഷനെ പറ്റിയൊക്കെ സംസാരിക്കും. ചിലരൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് ഈ ഒരു ആംഗിളിലാണ്. കാര്യം വെസ്റ്റേൺ വേൾഡിലൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡിഫിക്കൽട്ടീസ് ആളുകൾ ഫേസ് ചെയ്യാം. ഇൻകം ഒക്കെ ഉണ്ട്, പക്ഷെ അതിലും വലിയ എക്സ്പെൻഡിച്ചർ അവർക്കുള്ളതുകൊണ്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു ഡിസ്കംഫർട്ട് ആളുകൾക്കുണ്ട്. ബേസിക് ഹെൽത്ത് പോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് നല്ലതാണ്. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യ കുറച്ചുകൂടെ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ, അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് നടക്കും. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഒരു ഗോൾഡൻ പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരുമാതിരി ഒരു ഡിസിപ്ലിനും ഒരു രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും ഉള്ളവർക്ക് ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ കൃത്യമായിട്ട് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സും മറ്റ് പല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുന്ന കാര്യങ്ങളും ഒക്കെ നോക്കി നമുക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്ത് നന്നായിട്ട് മാനേജ് ചെയ്ത് വെൽത്ത് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കും. എന്തായാലും വളരെ റെലവൻ്റ് ആയൊരു ടോക്കായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സാറിൻ്റെ സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. വലിയൊരു ഗ്രോത്തിലേക്ക് സാറിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളും എത്തട്ടെ. ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ എന്നാലും താങ്കൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഇനിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങി അതിനൊരു ഫൗണ്ടേഷൻ ഇട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് അതിന് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അത് നിക്ഷേപകർക്കും അതുപോലെ തന്നെ പബ്ലിക്കിനും ഒക്കെ ബെനിഫിഷ്യലായിട്ട് വരും. നമ്മൾ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എംപ്ലോയീസിനൊക്കെ ബെനിഫിഷ്യലായിട്ട് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ ശരിക്കും ഞാനും എൻജോയ് ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു താങ്കൾ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു സാധാരണ മീഡിയ ഇൻ്റർവ്യൂ പോലെയല്ല ഇത്. അത് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി താങ്കൾക്ക് നല്ല നോളജ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കറക്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എനിവേ.